ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഹൈക്കോടതിയിൽ നിന്നും വീണ്ടും തിരിച്ചടി. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറെ പുറത്താക്കിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജിന് പദവിയിൽ തുടരാമെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് പി എ മുഹമ്മദ് നിയാസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ചോദ്യം ചെയ്ത് ഡോക്ടർ എം കെ ജയരാജ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിർണായക ഇടപെടൽ. ഗവർണറുടെ നടപടി ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ സ്റ്റേ ചെയ്ത കോടതി ഡോക്ടർ ജയരാജിന് വൈസ് ചാൻസലർ പദവിയിൽ തുടരാമെന്നും വ്യക്തമാക്കി. സമാന വിഷയത്തിൽ കാലടി സർവകലാശാല VC സമർപ്പിച്ച ഹർജിയിൽ കോടതി ഇടപെട്ടില്ല. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ ജയരാജിനെ നിയമിച്ച നടപടി UGC മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്നാരോപിച്ചായിരുന്നു ചാൻസലർ അദ്ദേഹത്തെ പദവിയിൽ നിന്ന് പുറത്താക്കിയത്. സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയായിരുന്ന ടോം ജോസിനെ ഉൾപ്പെടുത്തിയ നടപടി ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗവർണറുടെ ഇടപെടൽ. എന്നാൽ ചീഫ് സെക്രട്ടറിയായിരുന്ന ടോം ജോസിന് സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ ആവശ്യമായ അക്കാഡമിക യോഗ്യതയുള്ളതായി VC ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. മുൻപ് മറ്റൊരു സർവകലാശാലയിൽ വൈസ് ചാൻസലറുടെ ചുമതല വഹിച്ചിരുന്നയാളാണ് ടോം ജോസ് എന്നും ഹർജിയിൽ വ്യക്തമാക്കി. ഈ വാദങ്ങൾ അംഗീകരിച്ചാണ് ചാൻസലറായ ഗവർണറുടെ നടപടി ഹൈക്കോടതി അനിശ്ചിതകാലത്തേക്ക് സ്റ്റേ ചെയ്തത്. വാദത്തിനിടെ ഗവർണർക്ക് അനുകൂലമായ നിലപാടായിരുന്നു UGC കോടതിയിൽ സ്വീകരിച്ചത്. ഗവർണർക്കും കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള UGCക്കും ഹൈക്കോടതി ഉത്തരവ് തിരിച്ചടിയായി. കൈരളി ന്യൂസ്, കൊച്ചി.